പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ റോഡിലെ കുഴിയിൽ തെറിച്ചു വീണ ബൈക്ക് യാത്രക്കാരി ലോറി കയറി മരിച്ചതിൽ പ്രതിഷേധം ശക്തം. റോഡിലെ കുഴികൾ കാരണം നിരന്തരം അപകടമുണ്ടായിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകർ സംസ്ഥാന പാത ഉപരോധിച്ചു. KRFB നവീകരണ പ്രവൃത്തിക്ക് കരാർ നൽകിയ റോഡിലാണ് അപകടമുണ്ടായത്. കരാറുകാരനെതിരെ നിയമാനുസൃത നടപടി സ്വീകരിക്കുമെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ അറിയിച്ചു. ഇന്നലെ രാത്രിയിലാണ് ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന പഴനിയാർ പാളയം ലൈബ്രറി സ്ട്രീറ്റ് സ്വദേശി ജയന്തി മാർട്ടിൻ അപകടത്തിൽ മരിച്ചത്. ബൈക്ക് കരുവപ്പാറയിലെ റോഡിലെ കുഴിയിൽ വീണതിനെ തുടർന്ന് തെറിച്ചു വീണ ജയന്തിയുടെ ശരീരത്തിലൂടെ ലോറി കയറി ഇറങ്ങുകയായിരുന്നു. ജയന്തി എന്ന വീട്ടമ്മയുടെ ജീവനെടുത്ത റോഡിലെ കുഴിയാണ് ഈ കാണുന്നത്. കൊഴിഞ്ഞാമ്പാറയിലെ റോഡിൽ ഉടനീളം ഇത്തരത്തിൽ കുഴികൾ കാണാമെങ്കിലും അതൊന്ന് മൂടാനോ ഒരു അപകട മുന്നറിയിപ്പ് നൽകാനോ അധികൃതരാരും ഇതുവരെ തയ്യാറായിട്ടുമില്ല. അപകട സ്ഥലത്തെ കുഴികൾ നികത്താനോ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാനോ അധികൃതർ തയ്യാറാവാതെ വന്നതോടെ രാവിലെ തന്നെ നാട്ടുകാർ സംഘടിച്ചു. എന്റെ സ്വന്തം അളിയന്റെ ഭാര്യയാണ്. അവന്റെ കുട്ടികളും മക്കളും എല്ലാം അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് സാറേ. അവിടെ കിടക്കുമ്പോ അളിയൻ അവിടെ കിടക്കുകയാണ്. അളിയനെ കാണില്ല. എന്റെ സ്വന്തം കൂട്ടുകാരനാണ് പോയാഴ്ച ഒരു മാസം മുമ്പിൽ അവിടെ മരിച്ചത് ഹോട്ടലിന് മുമ്പിൽ. ഇത് ഇവിടെയല്ല, ഇതിൽ നീലങ്കാച്ചി വരെയുള്ള റോഡ് കംപ്ലീറ്റ് ഇങ്ങനെയാണ് സാറേ. ബി.ജെ.പി. പ്രവർത്തകർ പാലക്കാട് പൊള്ളാച്ചി റോഡ് ഉപരോധം തുടങ്ങി. പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരും റോഡ് ഉപരോധിച്ചു. വീടിന് മുന്നിൽ ഒരു ധർണ ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് പറയുന്നത് ഞങ്ങൾക്കറിയില്ല, അവര് പറയുന്നത് കിഫ്ബിക്ക് കൊടുത്തു എന്നാ പറയുന്നത്. കിഫ്ബി പറയുന്നത് പോയ ഒരു വർഷം മുമ്പാണ്, ടെൻഡർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഈനെ വിളിച്ചപ്പോ അവര് പറഞ്ഞ് ടെൻഡർ ചെയ്തിട്ടുണ്ട്, നടപടി എടുക്കാൻ ആളില്ല. പ്രതിഷേധം തുടങ്ങി ഏറെ നേരം കഴിഞ്ഞാണ് പോലീസ് എത്തിയത്. അധികൃതരുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരമുണ്ടാക്കുമെന്ന ഉറപ്പിൽ ഇരുകൂട്ടരും പ്രതിഷേധം അവസാനിപ്പിച്ചു. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ റോഡിലെ കുഴിയിൽ വാഴ നട്ടു. റോഡിന്റെ അറ്റകുറ്റപ്പണി യഥാസമയം നടത്തുന്നതിലുള്ള വീഴ്ചയാണ് മേഖലയിൽ അപകടം തുടർക്കഥയാകാൻ കാരണം. കേരള റോഡ് ഫണ്ട് ബോർഡ് നവീകരണ പ്രവർത്തനത്തിനായി കരാർ നൽകിയ ഇരട്ടക്കുളം ഗോപാലപുരം റീച്ചിലാണ് അപകടമുണ്ടായത്. ഒക്ടോബറിൽ കരാർ നൽകിയെങ്കിലും കരാറുകാരൻ പണി തുടങ്ങിയിരുന്നില്ല. കരാറുകാരനെ പ്രവൃത്തിയിൽ നിന്നും ഒഴിവാക്കിയതായും ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും KRFB അധികൃതർ അറിയിച്ചു. അപകടം സംബന്ധിച്ച റിപ്പോർട്ട് KRFB പൊതുമരാമത്ത് മന്ത്രിക്ക് കൈമാറി.